ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു ഇടിയിറച്ചിയുടെ റെസിപ്പി ആയാലോ. ഇടിയിറച്ചി ഇഷ്ടമുള്ളവരെല്ലാം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാക്കുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് പുറത്തേക്ക് കൊണ്ടുപോകാനായിട്ട് കുറേ ഇടിയിറച്ചിക്ക് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു, ഇടിയിറച്ചിക്കും ഉണക്കിറച്ചിക്കും. അതിനുവേണ്ടി നമ്മൾ കടയിൽ പോയിട്ട് കുറച്ച് ബീഫെല്ലാം വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് സ്ഥിരമായിട്ട് ബീഫ് തരുന്നൊരു ഇക്ക കേട്ടോ. നല്ല ഉണങ്ങാൻ പറ്റിയ നല്ല മൂത്ത പോത്തൊക്കെ വരുന്ന ദിവസം ഇക്ക നമ്മളെ വിളിക്കും. അന്നേരം തന്നെ രാവിലെ തന്നെ പോയി നമ്മൾ ഇറച്ചി വാങ്ങിക്കൊണ്ട് വരുവേ. വലിയൊരു കഷ്ണമായിട്ടായിരിക്കും കൊണ്ടുവരുന്നത്. അത് പപ്പായും അമ്മയും കൂടെ കൂടി ചെറിയ ചെറിയ പീസാക്കി അതെടുത്ത് വെക്കും. എന്നാലല്ലേ നമുക്കത് കോന്തി എടുക്കാൻ പറ്റുള്ളൂ. എല്ലാം ചെറിയ പീസാക്കി വെച്ചതിന് ശേഷം നമ്മളത് ഓരോന്നും എടുത്ത് അതിൻ്റെ അകത്തുള്ള നെയ്യുടെ പാടയെല്ലാം ചെത്തിക്കളയുവേ. കാരണം സൈഡിൽ കൂടെയൊക്കെ നെയ്യ് പിടിച്ചിരിപ്പുണ്ടായിരിക്കും. അതെല്ലാം ചെത്തിക്കളഞ്ഞിട്ട് നമ്മൾ ഇടിയിറച്ചിക്കും ഉണക്കിറച്ചിക്കും അതുപോലെ അച്ചാറിടുമ്പോഴും ഒക്കെ നമ്മൾ ആ നെയ്യെല്ലാം മാറ്റിക്കളഞ്ഞിട്ട് നല്ല കഷ്ണമായിരിക്കും ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നെയ്യെല്ലാം ചെത്തി മാറ്റിയിട്ട് അത് നീളത്തിൽ കോന്തി എടുക്കും. പിന്നെ നമ്മൾ നന്നായിട്ട് വെള്ളത്തിലിട്ട് കഴുകി വാരി വെള്ളം വാലാനായിട്ട് വെക്കും കുറേ നേരത്തേക്ക്. അതിൻ്റെ അകത്തെ വെള്ളമെല്ലാം വാർന്നു പോയതിന് ശേഷമാണ് പിന്നെ നമ്മൾ അടുത്ത പരിപാടി ചെയ്യുന്നത്. വെള്ളമെല്ലാം ഇത് കണ്ടോ അമ്മ നീളത്തിൽ കോന്തി എടുക്കുന്നുണ്ട് കേട്ടോ, നെയ്യെല്ലാം വെട്ടി മാറ്റിയിട്ട്. ഇനി വെള്ളമെല്ലാം വാർന്നു പോയി കഴിയുമ്പോൾ നമ്മളതൊരു മുറത്തിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ഉപ്പുകല്ല് വാരി വിതറുവേ. കല്ലുപ്പേ സാധാരണ നമ്മൾ ഉണക്കിറച്ചി ഉണ്ടാക്കാൻ ഉപയോഗിക്കാറുള്ളൂ കേട്ടോ. ചിലരൊക്കെ ഇതിൻ്റെ അകത്ത് മഞ്ഞൾപ്പൊടിയും അതുപോലെ മുളക് പൊടിയൊക്കെ ഇടുന്ന കാണാം. പക്ഷേ ഉപ്പ് മാത്രം ഇട്ട് ഉണ്ടാക്കുന്നതിന് ടേസ്റ്റ് കൂടുതലായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. രണ്ട് രീതിയിൽ നമ്മൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. അപ്പം നന്നായിട്ട് കല്ലുപ്പ് ഇട്ടിട്ട് കൈ വെച്ചത് നന്നായിട്ട് ഇളക്കി എല്ലായിടത്തും നന്നായിട്ട് പിടിപ്പിക്കുവാണേ. അങ്ങനെ നമ്മുടെ ഇറച്ചി എല്ലാം റെഡിയാക്കി കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചേക്കുവാണേ. പിന്നെ നമ്മളതിൽ നിന്ന് നെയ് പീസ് ചെത്തി മാറ്റിയില്ലേ, അതെല്ലാം കൂടെ ദേ വേറൊരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ പുറത്ത് തീ കത്തിച്ച് ഇത് ഉണങ്ങാൻ പോവുക. അപ്പോൾ നല്ലൊരു ടൈലിൻ്റെ പീസ് നമ്മൾ കഴുകി വൃത്തിയാക്കി കൊണ്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് എല്ലാ പീസും അടുപ്പിച്ച് വെക്കുക. അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ അടി തീ കത്തിക്കും. തീ കത്തിക്കുമ്പോൾ ചൂട് മാത്രമാണ് ഈ പുറത്തെ ടൈലിൻ്റെ കഷ്ണത്തിലേക്ക് വരുള്ളൂ. പുകയെല്ലാം ഉള്ളിലോട്ട് കയറി പൊക്കോളും കേട്ടോ. ഇത് നമ്മൾ സാധാരണ ജാതിക്കായൊക്കെ ഉണങ്ങുന്ന പുകപ്പരയാണ് ഇതിൻ്റെ അകത്തിട്ട് ഉണങ്ങാറ്. അപ്പോൾ ഏകദേശം നമ്മൾ നന്നായിട്ട് തീ കത്തിച്ച് കൊടുക്കുന്നുണ്ട്. ഉച്ച സമയമായപ്പോഴത്തേക്കും, രാവിലെ കത്തിച്ചതാട്ടോ, ഉച്ച ആയപ്പോഴത്തേക്കും ഏകദേശം അത് മറിച്ചിടാറായിട്ടുണ്ട്. മറിച്ച് വെച്ചു എല്ലാ പീസും. അപ്പോൾ ഇടയ്ക്ക് ഇത് ചുങ്ങിക്കഴിഞ്ഞപ്പോൾ ഇച്ചിരി സ്പേസ് വന്നിട്ടുണ്ട്. അതാ നിങ്ങൾ ചുമന്ന കളറിൽ ഇടയ്ക്ക് ഇച്ചിരി കാണുന്നില്ലേ, അത് ഫ്രഷായിട്ട് കുറച്ച് പീസ് വെച്ച് കൊടുത്തതാട്ടോ. നല്ല ചൂടാണ് ഇതിന് ടൈലിന്, അതുകൊണ്ട് തന്നെ അങ്ങ് വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും വേഗം ഉണങ്ങി കിട്ടിയേ. അങ്ങനെ ഏകദേശം നമ്മുടെ ഒരു ദിവസത്തെ പ്രയത്നം കൊണ്ട് നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞത് നമ്മുടെ ഉണക്കിറച്ചി എല്ലാം നല്ല വിറക് കൊമ്പ് പോലെ കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ, എല്ലാം ഉണക്കിയെടുത്തു. അതിന് ശേഷം നമ്മളത് ഇടിച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കുക, ഇടിയിറച്ചിയാക്കുക. ഇടിയിറച്ചി ആക്കിയിട്ട് നമ്മൾ റെഡി ടു ഈറ്റ് ആയിട്ടാണ് കേട്ടോ സാധാരണ കൊടുക്കുന്നത്. പിന്നെ ഇടിയിറച്ചി വേണമെന്ന് പറയുന്നവർക്ക് ഇങ്ങനെ കൊടുക്കാറുണ്ട്, ഉണക്കിറച്ചി വേണമെന്ന് പറയുന്നവർക്ക് അങ്ങനെ കൊടുക്കാറുണ്ട്. കസ്റ്റമറിൻ്റെ ആവശ്യം അനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇടിയിറച്ചി ആക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കറിവേപ്പില ഇല്ലാതെ എന്തോന്ന് ഇടിയിറച്ചിയല്ലേ. അപ്പോൾ കറിവേപ്പില നമ്മൾ കുറച്ച് കൂടുതൽ തന്നെ എടുത്തിട്ടുണ്ട്. കറിവേപ്പില കൂടുതലിട്ടാൽ അതുപോലെ ടേസ്റ്റ് കൂടുതൽ വരുവേ. നമ്മൾ എടുത്ത് വെച്ചിരുന്ന വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടെ മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് മുളക് പൊടിയും ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും എല്ലാം കൂടെ നമുക്ക് ഇത് റെഡിയാക്കാൻ വേണ്ടി അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മളൊരു ചട്ടി എടുത്ത് അടുപ്പയിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് എണ്ണ ഒഴിച്ച് കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും നന്നായിട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അതിൻ്റെ ആ ഒരു പയ്യെ പച്ചമണം മാറി ഇങ്ങ് വരുന്നോളം വരെ നമ്മൾ ചെറുതീയിലേ ഇടാവുള്ളൂ. കൂടുതലായിട്ട് തീയിട്ടാൽ വേഗം കരിഞ്ഞു പോകും കേട്ടോ. ചെറിയ തീയിലിട്ടിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഏകദേശം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് അതിൻ്റെ പച്ചമണം എല്ലാം മാറി വന്നപ്പോഴത്തേക്കും നമ്മൾ കറിവേപ്പില വാരി വെതറി അങ്ങ് ഇടുന്നുണ്ട്. കറിവേപ്പില ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ചെറിയ തീയേ വെക്കാവുള്ളൂ, തീ അധികം പോയിട്ടുണ്ടെങ്കിൽ ഇത് കരിഞ്ഞു പോകും. നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടെ ഒരുമിച്ച് ക്രഷ് ചെയ്താണ് ഇട്ടേക്കുന്നത്. അങ്ങനെ കുറച്ച് നേരത്തെ ഇളക്കലിന് ശേഷം അത് നന്നായിട്ട് ഗോൾഡൻ കളറിലായി വന്നിട്ടുണ്ട്. അതിൽ നിന്ന് സൈഡിലോട്ട് ആ വെളുത്തുള്ളി ഇഞ്ചിയെല്ലാം മാറ്റി വെച്ചിട്ട് നടുക്ക എണ്ണയ്ക്കകത്തേക്ക് തന്നെ നമ്മൾ എടുത്ത് വെച്ചിരുന്ന മസാലകളെല്ലാം കൂടി ഇട്ട് കൊടുക്കുക. മസാലകളെല്ലാം കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ചെറിയ തീയില്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും കേട്ടോ. ഞങ്ങൾ ബയോഗ്യാസ് പ്ലാന്റിലാണ് വെച്ചേക്കുന്നത്. ബയോഗ്യാസിൻ്റെ തീയാകുമ്പം ഇച്ചിരി ചൂട് കുറവായതുകൊണ്ട് കരിഞ്ഞു പോവുകയില്ല. അങ്ങനെ എല്ലാം റെഡിയാക്കി അത് ഇളക്കി അത് മൂത്ത് വന്നപ്പോഴത്തേക്കും നമ്മൾ ചതച്ച് വെച്ചിരുന്ന ഇറച്ചി എടുത്ത് അതിൻ്റെ അകത്തേക്ക് ഇടുക. എന്നിട്ട് നമ്മൾ നന്നായിട്ടത് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഇച്ചിരി നല്ല പാടാണേ, അത് ഒന്ന് ഇളക്കി അതിലേക്ക് മസാലകളും എണ്ണയെല്ലാം ഒന്ന് പിടിച്ച് വരണ്ടേ. അപ്പം നമുക്ക് നോക്കിയാൽ കാണാം
ഇട്ട് കൊടുത്ത ഇറച്ചിയുടെ നിറമല്ല, മസാലയൊക്കെ പിടിച്ച് വന്നപ്പോഴത്തേക്കും അതിൻ്റെ നിറം മാറി വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഏകദേശം ഒരു 15-20 മിനിറ്റോളം അടുപ്പിൽ ഇങ്ങനെ കൈ എടുക്കാണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കൈ എടുത്തിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോകും. അങ്ങനെ ഇളക്കി ഒരു 15-20 മിനിറ്റിന് ശേഷം നമ്മുടെ ഇടിയിറച്ചി റെഡി ടു ഈറ്റായ ഇടിയിറച്ചി റെഡി ആയിട്ടുണ്ട്. അത് നന്നായി തണുത്തതിന് ശേഷം നമ്മൾ ടിന്നുകളിലാക്കി പാക്ക് ചെയ്ത്, ഇത് ഇടിയിറച്ചിയുണ്ട്, ഉണക്കിറച്ചിയുണ്ട്, അതുപോലെ തന്നെ ബീഫ് അച്ചാറും ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒരു ഇടിയിറച്ചി ഉണ്ടാക്കി നോക്കണം. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.